നമസ്കാരം. ഭാരതത്തിന്റെ ഭൂപടം നോക്കി അത് വെട്ടിമുറിക്കാൻ സ്വപ്നം കാണുന്നവർക്ക് ഇന്ന് ഉറക്കമില്ലാത്ത രാത്രികളാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമുണ്ട്. അമേരിക്കൻ പൗരനായ മാത്യു വാൻഡേക്കിനെ NIA വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ടുപോകുന്ന ദൃശ്യമാണത്. കേവലം ഒരു വിദേശി വിനോദസഞ്ചാരത്തിന് വന്നതല്ല ഇത്. നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കലാപം ആളിക്കത്തിക്കാൻ വിഘടനവാദികൾക്ക് ഡ്രോൺ ഉപയോഗിക്കാനും ആയുധം പ്രയോഗിക്കാനും പരിശീലനം നൽകാൻ എത്തിയ ഒരു അന്താരാഷ്ട്ര ചാരനാണ് ഇത്തരത്തിൽ നിയമത്തിന് മുന്നിൽ കുടുങ്ങിയത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാത്യു വാൻഡേക്കിനെ കുറിച്ച് മാത്രമല്ല, ഭാരതത്തെ തകർക്കാൻ കാലങ്ങളായി നടന്നുവരുന്ന വിദേശ ഗൂഢാലോചനകളെ കുറിച്ചും പണ്ട് ഇത്തരം ആളുകളെ വഴിവിട്ട് സഹായിച്ച മുൻ സർക്കാരുകളെ കുറിച്ചും ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഇവരെയൊക്കെ എങ്ങനെയാണ് മുട്ടുകുത്തിക്കുന്നത് എന്നതിനെ കുറിച്ചുമാണ്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, പണ്ട് ഭാരതത്തിൽ വിദേശികൾ വരികയും ഇവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നത് വളരെ എളുപ്പമായിരുന്നു. 90കളിൽ പുരുലിയ ആയുധം വർഷിച്ച കേസ് ഓർമ്മയുണ്ടോ? 1995 നടന്ന ഈ സംഭവം മാത്യു വാൻഡേക്കിന്റെ കേസിനോട് പല വിധത്തിൽ സാമ്യമുള്ളതാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1995 ഡിസംബർ 17 അർദ്ധരാത്രി പശ്ചിമ ബംഗാളിലെ പുരുലിയ ജില്ലയിലെ ഗ്രാമവാസികൾ ആകാശത്ത് നിന്ന് വലിയ പെട്ടികൾ താഴേക്ക് പതിക്കുന്നത് കണ്ടു. ഗ്രാമവാസികൾ ഈ പെട്ടികൾ തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. 100 കണക്കിന് AK-47 തോക്കുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, ഗ്രനേഡുകൾ, 10,000 കണക്കിന് വെടിയുണ്ടകൾ എന്നിവയായിരുന്നു അതിൽ. ഭാരതത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ വിദേശ ആയുധക്കടത്തായിരുന്നു അത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഈ ആയുധങ്ങൾ വിതരണം ചെയ്തത് കിം ഡേവി എന്ന ഡാനിഷ് പൗരനായിരുന്നു. ഇദ്ദേഹം ഒരു റഷ്യൻ വിമാനത്തിലാണ് ആയുധങ്ങൾ എത്തിച്ചത്. അന്ന് ഇദ്ദേഹത്തിന് സഹായം നൽകാൻ പീറ്റർ ബ്ലീച്ച് എന്ന ഒരു മുൻ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനും കൂടെ ഉണ്ടായിരുന്നു. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലെ അന്നത്തെ ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കാൻ ആയുധമേന്തിയ വിപ്ലവം നടത്താൻ പദ്ധതിയിട്ട ഒരു സംഘടനയ്ക്കാണ് ഈ ആയുധങ്ങൾ കൊണ്ടുവന്നത് എന്ന് പിന്നീട് കണ്ടെത്തുകയുണ്ടായി. വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ നേരിട്ട് ഇടപെട്ടതിന്റെ വലിയ തെളിവായിരുന്നു ഇത്. ഇനി നമുക്ക് അന്നത്തെ വീഴ്ചയും ഇന്നത്തെ മാറ്റവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഈ കേസിൽ വിമാനം പിന്നീട് മുംബൈയിൽ വെച്ച് പിടികൂടിയെങ്കിലും പ്രധാന പ്രതിയായ കിം ഡേവി വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥരുടെ കണ്ണു വെട്ടിച്ച് വളരെ നിസ്സാരമായി വിദേശത്തേക്ക് കടന്നു കളഞ്ഞു. അന്നത്തെ സുരക്ഷാ സംവിധാനങ്ങളെയും സർക്കാരിന്റെയും വലിയ വീഴ്ചയായി ഇത് കണക്കാക്കപ്പെടുന്നു. പീറ്റർ ബ്ലീച്ചിനെയും മറ്റ് റഷ്യൻ പൗരന്മാരെയും അറസ്റ്റ് ചെയ്തെങ്കിലും വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പിന്നീട് പലപ്പോഴായി അവരെ വിട്ടയക്കേണ്ടി വന്നു. ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ വിദേശ ശക്തികൾക്ക് മുന്നിൽ പണയം വെച്ച ഒരു കാലമായിരുന്നു അത്. പുരുലിയ കേസിൽ വിദേശികൾ വന്ന് ആയുധങ്ങൾ നേരിട്ട് നൽകിയെങ്കിൽ ഇന്നത്തെ കാലത്ത് മാത്യു വാൻഡേക്കിനെ പോലെയുള്ളവർ ഡ്രോൺ സാങ്കേതിക വിദ്യയും ആധുനിക പരിശീലനവുമാണ് നൽകാൻ ശ്രമിക്കുന്നത്. പണ്ട് കിങ് ഡേവിനെ പോലെയുള്ളവർക്ക് ഭാരതത്തിൽ വന്ന് ആയുധങ്ങൾ വിതരണം ചെയ്ത് സുരക്ഷിതമായി മടങ്ങാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് മോദി സർക്കാരിന്റെ കാലത്ത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കലാപം നടത്താൻ എത്തിയ അമേരിക്കൻ ചാരൻ മാത്യു വാൻഡേക്ക് NIAയുടെ വലയിലായി. വീൽ ചെയറിൽ കോടതിയിലേക്ക് പോകുന്നു. പഴയ കാലത്തെ അശ്രദ്ധയിൽ നിന്ന് രാജ്യം ഇന്ന് ശക്തമായ സുരക്ഷാ കവചത്തിലേക്ക് മാറി എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തെളിവ്. അതുപോലെ തന്നെ കാശ്മീരിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും സന്നദ്ധ സംഘടനകളുടെ പേരിൽ വന്ന് വിഘടനവാദത്തെ വളർത്തിയ എത്രയോ വിദേശികൾ. അന്നൊക്കെ കേന്ദ്രത്തിൽ ഭരിച്ചിരുന്നവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും വിദേശ രാജ്യങ്ങളുടെ പ്രതീക്ഷയ്ക്കും വേണ്ടി നമ്മുടെ സുരക്ഷയെ പണയം വെച്ചു. ചാരന്മാരെ പിടികൂടാൻ പോലും പേടിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ 2014 ശേഷം ചിത്രം മാറി. ഇന്ന് ഇന്ത്യയുടെ അതിർത്തി കടന്ന് ആര് വരണമെന്നും ഇവിടെ എന്ത് ചെയ്യണമെന്നും തീരുമാനിക്കുന്നത് ഭാരതത്തിന്റെ ആഭ്യന്തര മന്ത്രാലയമാണ്. മാത്യു വാൻഡേക്കിന്റെ അറസ്റ്റ് നോക്കൂ. വിഘടനവാദികൾക്ക് ഡ്രോൺ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇയാൾ എത്തിയത്. മണിപ്പൂരിലും മിസോറാമിലും വംശീയ കലാപം ആളിക്കത്തിക്കാൻ നോക്കുന്നവർക്ക് വിദേശത്ത് നിന്ന് സഹായം ലഭിക്കുന്നുണ്ടെന്ന് മോദി സർക്കാർ അന്നേ പറഞ്ഞിരുന്നു. അത് ഇന്ന് തെളിവ് സഹിതം പുറത്തുവരുന്നു. ഇന്നത്തെ സർക്കാരിന് വിദേശ രാജ്യങ്ങളെ പേടിയില്ല. അവർ അമേരിക്കൻ പൗരനാണോ യൂറോപ്യൻ പൗരനാണോ എന്ന് നോക്കുന്നുമില്ല. രാജ്യദ്രോഹം ചെയ്താൽ, നമ്മുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്താൽ NIA അവരെ പൊക്കും. UAPA പോലുള്ള ശക്തമായ നിയമങ്ങൾ ഉപയോഗിച്ച് ഇത്തരം ഗൂഢാലോചനകളുടെ വേരറുക്കുകയാണ് മോദി സർക്കാർ. ഇന്നത്തെ ചാരവൃത്തി പഴയതുപോലെയല്ല.
ഇപ്പോൾ വരുന്നത് ഡ്രോണുകളും സൈബർ ആക്രമണങ്ങളുമായിട്ടാണ്. വിദേശികൾ ഇവിടെ വന്ന് NGOകളുടെ മറവിൽ മതപരിവർത്തനത്തിനും വിഘടനവാദത്തിനും ഫണ്ട് നൽകുന്നു. ഇത് മനസ്സിലാക്കിയാണ് മോദി സർക്കാർ FCRA നിയമങ്ങൾ കർശനമാക്കിയത്. ആയിരക്കണക്കിന് സംശയകരമായ സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കി. ഇതിനെയാണ് ചിലർ ജനാധിപത്യം അപകടത്തിൽ എന്ന് പറഞ്ഞ് കരയുന്നത്. സത്യത്തിൽ അപകടത്തിലായത് അവരുടെ രാജ്യവിരുദ്ധ ഫണ്ടിംഗ് ആണ്. മാത്യു വാൻഡേക്കിനൊപ്പം ഉക്രൈൻ പൗരന്മാരെയും പിടികൂടിയിട്ടുണ്ട്. ഇവർ എന്തിനാണ് ലക്നൌവിലും കൊൽക്കത്തയിലും ഡൽഹിയിലും കറങ്ങി നടക്കുന്നത്? ഇന്ത്യയെ വെട്ടിമുറിക്കാൻ വെമ്പൽ കൊള്ളുന്ന സംഘങ്ങളുമായി ഇവർ എന്തിന് ചർച്ച നടത്തി? അതിർത്തിയിൽ സൈന്യവും ഉള്ളിൽ NIAയും ഉണർന്നിരിക്കുന്നു. മാത്യു വാൻഡേക്കിന്റെ ആ വീൽചെയർ യാത്ര വെറും ഒരു ദൃശ്യമല്ല, അത് പുതിയ ഭാരതത്തിന്റെ താക്കീതാണ്. മോദി സർക്കാരിനോട് കളിച്ച് ജയിക്കാമെന്ന് ആരും കരുതേണ്ട. നമ്മുടെ നാടിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് പിന്നിൽ ആരായാലും അവർക്ക് ഇനി ഭാരതത്തിൽ സ്ഥാനമില്ല. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നയമാണ് ഇപ്പോഴുള്ളത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? വിദേശ ചാരന്മാർക്കെതിരെയുള്ള ഈ ശക്തമായ നീക്കത്തെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യുക.